NDA കാട്ടാക്കട നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും 365 ദിവസവും പ്രവർത്തിക്കുന്ന നേതാവാണ് കാട്ടാക്കടയിലെ NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തോറ്റിട്ടും താൻ മണ്ഡലത്തിൽ സജീവമാണെന്നും എന്നാൽ വിജയിച്ച ജനപ്രതിനിധിയെ കാണാൻ പോലുമില്ലെന്നും PK കൃഷ്ണദാസും പറഞ്ഞു. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള NDA നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുത്തു. 10 കൊല്ലം 15 കൊല്ലം കുത്തിയിരുന്ന് ഒന്നും ചെയ്യാത്ത MLA-മാരെ മാറ്റി ദാസേട്ടനെ ഇവിടുത്തെ MLA ആക്കണം. ഇത് നമ്മളെല്ലാവരും ദൗത്യമാണ്, നമ്മളെല്ലാവരും ലക്ഷ്യമാണ്. അദ്ദേഹം കാട്ടാക്കടയിലെ ജനങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും 365 ദിവസം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ ഇന്ന് അദ്ദേഹത്തിന് അറിയുന്ന കാരണം ഞാൻ പറയുന്നു. കാട്ടാക്കടയിൽ മാത്രമല്ല, കേരളത്തിലുടനീളം നമുക്ക് രാഷ്ട്രീയ മാറ്റം കാണാൻ സാധിക്കും. ഇപ്പോ കഴിഞ്ഞ 2011 മുതൽ 2026 വരെ ഈ 15 വർഷക്കാലം തോറ്റിട്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കാട്ടാക്കടയിലെ വോട്ടർമാർ ചോദിക്കുന്നത് തോറ്റ ആൾ ഇവിടെയുണ്ട്, ഈ ജയിച്ച ആള് എവിടെയാണെന്നാണ്. ഒരു ജനപ്രതിനിധിയെ ജനങ്ങൾ കാണേണ്ടത് വാഗ്ദാനം 100% പാലിക്കുന്ന ആളെന്നുള്ള നിലക്കാണ്. ആ നിലക്ക് ഇവിടുത്തെ 10 വർഷം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച CPM-ന്റെ നേതാവ് ജനപ്രതിനിധിയായിട്ട് ജനങ്ങൾ കണ്ടിട്ടുണ്ടോ?